ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 3 ടേം വ്യവസ്ഥയിൽ മലക്കം മറിഞ്ഞ മുസ്ലിം ലീഗ് 3 തവണ മത്സരിച്ച മാറി നിന്നവർക്ക് ഇത്തവണ ഇളവ് നൽകിയിരിക്കുകയാണ്. നേരത്തെ വ്യവസ്ഥ മൂലം മാറി നിന്നവർക്ക് അനിവാര്യമാണെങ്കിൽ മത്സരിക്കാമെന്ന് സർക്കുലർ ഇറക്കുകയാണ്. സർക്കുലറിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അതേസമയം ഇളവ് നൽകുന്നത് യുവാക്കളുടെ അവസരം നഷ്ടപ്പെടുത്തുമെന്നാണ് പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്ററി ബോർഡിൽ യൂത്ത് ലീഗിനെ തഴഞ്ഞതിലാണ് പരാതി. മുബഷീർ പി അക്ബറും VS രഞ്ജിത്തും വിവരങ്ങളുമായി. മുബഷീർ ഇപ്പോൾ മുബഷീറിലേക്കാണ് ആദ്യം. മുബഷീർ ഇപ്പോൾ ഈ സർക്കുലറിൽ പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു മലക്കം മറിച്ചിലിന് കാരണം? സ്മൃതി, നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരുന്നു മുസ്ലിം ലീഗ് ഇത്തരമൊരു സർക്കുലർ ഇറക്കുന്നതും അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്നുള്ളതായിരുന്നു ഈ സർക്കുലർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ജില്ലാ തലങ്ങളിൽ ഉൾപ്പെടെ ഇത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആ സർക്കുലർ, അതായത് ആ തീരുമാനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ടും ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഈ തീരുമാനത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ വ്യാപകമായി തർക്കമുണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ആ തീരുമാനം മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മത്സരിച്ച ആളുകൾ, സീനിയർ ആയിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ വീണ്ടും മത്സരിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പഴയ സർക്കുലർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം അവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ അത് നടപ്പിലാക്കണമെന്നൊരു ആവശ്യം ഈ പറയപ്പെടുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതോടുകൂടി വലിയ തർക്കം ഇക്കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ തന്നെ വിവിധ ജില്ലകളിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്ന മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ സർക്കുലറിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തേണ്ടി വരുമെന്നുള്ളതും ഈ നേതാക്കളൊക്കെ തന്നെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സാഹചര്യത്തിലാണ് പൂർണ്ണമായിട്ടും ആ ഒരു തീരുമാനം മാറ്റിക്കൊണ്ട് പുതിയ സർക്കുലർ ഇക്കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMS എല്ലാം പുറത്തിറക്കിയിരിക്കുന്നത്. അതുപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് 3 തവണ മത്സരിച്ച് മാറി നിന്നവർക്ക് ഇത്തവണ ഇളവ് നൽകാമെന്നുള്ളതാണ് ഈ ഒരു സർക്കുലറിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വ്യവസ്ഥ മൂലം മാറി നിന്നവർക്ക് അനിവാര്യമാണെങ്കിൽ മത്സരിക്കാമെന്നുള്ളതാണ് ഈ ഒരു സർക്കുലറിൽ പറയുന്നത്. സർക്കുലറിന്റെ കോപ്പി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ മത്സരിക്കാൻ ബന്ധപ്പെട്ട വാർഡ്, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ അനുമതി മാത്രം തേടിയാൽ മതി. അപ്പോൾ പേരിനുള്ള ഒരു അനുമതി മാത്രം മതി. അവിടെ താല്പര്യപ്പെടുന്ന സ്വാധീനമുള്ള ലീഗ് നേതാക്കൾക്കൊക്കെ തന്നെ നേരത്തെ മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികളായി മാറി നിന്നവർക്ക് വീണ്ടും അവസരമൊരുങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ തപ്പാനകൾ വീണ്ടും കടന്നു വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്ററി ബോർഡിൽ യൂത്ത് ലീഗിനെ തഴഞ്ഞു എന്നുള്ള പരാതി ഉയരുകയാണ്. എല്ലാ ഘട്ടത്തിലും മുതിർന്ന നേതാക്കൾ ഒഴിയുന്നില്ല. മുതിർന്ന നേതാക്കൾ ഒഴിഞ്ഞ യുവാക്കൾക്ക് വരാൻ അവസരം ലഭിക്കുന്നില്ല. ഇത് ലീഗിൽ എല്ലാ കാലത്തും ഉയരുന്ന ഒരു പ്രശ്നമാണ്. അത് വീണ്ടും അങ്ങനെ തുടരുമെന്ന രൂപത്തിലല്ലേ ഈ സർക്കുലർ വരുന്നത്? എന്താണ് യൂത്ത് ലീഗ് പ്രതിനിധികൾ പറയുന്നത്? അവർ വലിയ നിരാശയിലായിരിക്കുമല്ലോ സ്വാഭാവികമായും. സ്മൃതി, സ്വാഭാവികമായിട്ടും യൂത്ത് ലീഗുകാർ വലിയ നിരാശയിലാണ്. 2 കാര്യങ്ങളാണ് യൂത്ത് ലീഗുകാർ ഉയർത്തി കാണിക്കുന്നത്. ഒന്നിപ്പോൾ നേരത്തെ മുബഷീർ സൂചിപ്പിച്ച പോലെ തന്നെ 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുകയാണ്. കഴിഞ്ഞ തവണ 3 ടേം വ്യവസ്ഥ വളരെ കർശനമായി നടപ്പാക്കിയിരുന്നു. അങ്ങനെ കർശനമായി നടപ്പാക്കുമ്പോൾ യുവാക്കൾക്ക് കൂടുതൽ അവസരം കിട്ടുന്നു. പക്ഷേ ഇത്തവണ ആ 3 ടേം വ്യവസ്ഥയിൽ ഇളവ് ചെയ്യുന്നതോടുകൂടി തന്നെ യുവാക്കളുടെ അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. രണ്ടാമത്തെ ആക്ഷേപം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ തലത്തിൽ പാർലമെന്ററി ബോർഡുകൾ രൂപീകരിച്ചാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറുള്ളത്. ആ പാർലമെന്ററി ബോർഡിലേക്ക് യൂത്ത് ലീഗിൽ നിന്ന് ആകെ 2 പേരെയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് PK ഫിറോസിനെയും മറ്റൊന്ന് ഇസ്മയിൽ വയനാടിനെയും മാത്രമാണ്. ജനറൽ സെക്രട്ടറിയെയും ട്രഷററെയും മാത്രം. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളെ, സംസ്ഥാന സെക്രട്ടറിമാരെ, ജോയിന്റ് സെക്രട്ടറിമാരെ ഉൾപ്പെടെ ആരെയും ഈ പാർലമെന്ററി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ MSFൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ PK നവാസിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മറ്റു ഭാരവാഹികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികളെ, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി തുടങ്ങിയവരാരും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ പാർലമെന്ററി ബോർഡിൽ ഒഴിവാക്കപ്പെടുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലും ഒഴിവാക്കപ്പെടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി യൂത്ത് ലീഗിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് യൂത്ത് ലീഗ് നേതാക്കന്മാർ നേരിട്ട് തന്നെ പരാതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.